ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലായ് ചിക്കൻ കറിയാണ്. ഈസിയുള്ള റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോയിൽ കിടക്കുന്ന മുന്നായി ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു 500 ഗ്രാം ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം ഞാൻ ചിക്കനിലേക്ക് 1/2 സ്പൂണോളം കുരുമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുരുമുളക് ചേർക്കാം. ഞാനിവിടെ അധികം സ്പൈസിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 20 മിനിറ്റോളം മാഗ്നേറ്റ് ചെയ്യാം. ശേഷം 2 സവാള കട്ട് ചെയ്ത്, ഒരു 3-4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ചധികം കാഷ്യൂനട്ട് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം. കാരണം അത് അരച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നത്. ശേഷം നമുക്കിനി ഒരു കുക്കർ അടുപ്പത്ത് വെക്കാം. കുക്കറൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് പട്ട, ഗ്രാമ്പു, 2 ഏലക്ക, ബേ ലീവ്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള നമുക്കിനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. കുക്കറിലിട്ട് നന്നായി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തതിന് ശേഷം നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചത് ഞാൻ 1 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായി നമുക്ക് വഴറ്റിയെടുക്കാം. സവാള നമുക്ക് കുക്കറിൽ തന്നെ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം. അതുവരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം നന്നായി സവാളയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കാഷ്നട്ട് ഞാൻ മിക്സിയുടെ ജാറയിൽ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി ചേർത്ത് കൊടുക്കണം. അത് അരച്ചതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്കിതിലേക്ക് മാഗ്നേറ്റ് വെച്ചിരിക്കുന്ന നമ്മളുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം നന്നായി നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂണോളം തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കൂടാതെ ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഇവയെല്ലാം ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം ഒന്നുകൂടെ നമുക്ക് ഇളക്കിയെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് നേരത്തെ കാഷ്നട്ട് അരച്ചതിൻ്റെ ജാറയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ആ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ശേഷം ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലൊരു കുക്കറിൽ നമുക്കൊന്ന് മൂടി വെച്ച് ഒരു വിസിലടുപ്പിക്കാം. ഇപ്പോൾ ഒരു വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ വേവൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ വളരെ ക്രീമി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മലായ് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം എല്ലാവരും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.